യഥാ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അപ്പോഴേ പ്രണയം ഉണ്ടാകും. ഇക്കാക്കാന്ന് കൂട്ടിയിട്ട് തന്നെ വിളിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ പ്രണയം എന്നുള്ള സാധനം. പ്രണയത്തിൽ ദ എന്ന വിളിയുണ്ട്, പ്രണയത്തിൽ മൂനു എന്ന വിളിയുണ്ട്, പ്രണയത്തിൽ മൂനു എന്ന വിളിയുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ വിവാഹം നല്ലപോലെ മുന്നോട്ട്. എന്തായാലും ഇക്കാക്കാന്ന് കൂട്ടി വിളിക്കണം, നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഫാത്തിമ ബീവി എന്തായാലും വിളിച്ചിട്ടുണ്ടാവും, അലിക്കാക്കാൻ എന്തായാലും വിളിച്ചിട്ടുണ്ടാവും. തന്റെ ജ്യേഷ്ഠന്റെ ഭാര്യമാരിൽ നിന്ന്, അനുജന്റെ ഭാര്യന്മാരിൽ നിന്ന് കണ്ണു സൂക്ഷിക്കണം. എന്തിന്? ഈമാൻ കെട്ടി മരിക്കാന്. അങ്ങനെയൊക്കെ നടക്കുവോ? അതൊക്കെ ഇപ്പൊ നടക്കാൻ പോകുന്ന കാര്യമാണോ? അങ്ങനെയൊക്കെ ശരിയാവോ? അങ്ങനെയൊക്കെ പറയാവോ? ഒരു മുലയൊരു അതിന് കൊടുത്തിട്ട് ഇതൊന്നും പറഞ്ഞില്ലാന്ന് പരലോകത്തൊന്നും പറയാൻ നിൽക്കണ്ട. അങ്ങനെയൊക്കെയാണ് സംഗതി. അതുകൊണ്ട് ഒരുപാട് സംഗതികൾ സൂക്ഷിക്കാനുണ്ട്. അൽ അമു അൽ മൗത്ത്, ബന്ധു മാരകമാണ്. ഇളച്ചി, മുത്തച്ചി, അല്ലോ, അമ്മായിമാന്റെ ജ്യേഷ്ഠത്തി, അഞ്ചത്തി, അമ്മാവന്റെ ഭാര്യ അമ്മായി, ഭാര്യയുടെ ജ്യേഷ്ഠത്തി, അനുജത്തി, അങ്ങനെ പോകുന്നു ആ ശൃംഖല. ഒക്കെ പച്ച തെറ്റാണ്. അന്യ സ്ത്രീയേക്കാൾ അകന്ന് ഓടേണ്ടവരാണവർ. കാരണം കുടുങ്ങിപ്പോകാൻ ഏറ്റവും വലിയ ചാൻസാണ്. കാരണം അതൊക്കെ അകത്ത കള്ളന്മാരാണ്. പുറത്തെ കള്ളനെ നായ ഭരിക്കും, അകത്ത കള്ളനെ ആരും ഭരിക്കില്ല. അതുകൊണ്ട് മുത്തുനബി പറഞ്ഞു അൽ ഹമ്മു അൽ മൗത്ത്, ബന്ധു എന്ന സംഭവമല്ലേ,